ഗായ്സ്, ഇന്നിവിടെ പറയാൻ പോകുന്നത് റൊമാൻറ്റിക് ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുക. കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ഷെന്നിയാണ് കാണിക്കുന്നത്. അവളുടെ ചേച്ചിയുടെ സാധനങ്ങൾ മോഷ്ടിച്ചതിന്റെ പേരിൽ അവളുടെ അച്ഛൻ ഒരുപാട് വഴക്കു പറയുകയും അവളുടെ ചേച്ചിയുടെ പേരാണ് യോഷി ആക്ട് ചെയ്ത് അവളെ അടിക്കാതെ അവൾക്ക് എൻ്റെ സാധനങ്ങൾ വേണമെങ്കിൽ ഞാനെല്ലാം കൊടുക്കാൻ റെഡിയാണ്. ഞാൻ വന്നത് അവൾക്കൊട്ടും ഇഷ്ടമായില്ലെന്ന് പറയുന്നു. അമ്മയച്ഛനും നാളെ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന ഷൂ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ഷൂ ഒന്നും മോഷ്ടിച്ചില്ലെന്ന് കെഞ്ചി പറഞ്ഞെങ്കിലും അവർ ആരും വിശ്വസിക്കുന്നില്ല. യോഷി ചെറുതിലെ അവർക്ക് നഷ്ടമായതാണ്. 20 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് യോഷിയെ കിട്ടിയത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വാത്സല്യം മുഴുവൻ യോഷിയോടാണ്. എന്നാൽ യോഷിക്ക് യെൻഷിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവരുടെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഷെൻഷിയെ എടുത്തെന്ന് പറഞ്ഞ് ഷെൻഷിയെ മേൽ ഇടുന്നു. അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഷെൻഷിയുടെ മേലുള്ള സ്നേഹം പയ്യെ പയ്യെ കുറയാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ അച്ഛൻ ക്വിൻ ഫാമിലിയുമായി ഇനി നിനക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഡ്രൈവറോട് ഇവളെ ഈ നാട്ടിൽ നിന്ന് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായി പറഞ്ഞു. വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കാറിൽ കയറ്റുന്നു. കാറിലിരിക്കുമ്പോൾ അവൾ അയാളോട് മുത്തശ്ശൻ മരിച്ചതിൽ പിന്നെ വീട്ടിൽ ഉള്ളവർക്ക് എന്നെന്താ ഒട്ടും ഇഷ്ടമല്ലാത്തെന്ന് ചോദിക്കുന്നു. ഡ്രൈവർ അയാൾക്ക് ബോസ് പറയുന്നത് ചെയ്യാനേ സാധിക്കൂ. അതുകൊണ്ട് അയാൾ മറുപടിയൊന്നും പറയുന്നില്ല. കാരണം അവളുടെ സ്ഥാനം തട്ടിയെടുക്കാനാണ് യോഷി നോക്കിയത്. അങ്ങനെ ഡ്രൈവർ വിജനമായ ഒരു സ്ഥലത്ത് അവളെ ഇറക്കി വിട്ടിട്ട് പോകുന്നു. നല്ല മഞ്ഞു പെയ്യുന്നതിനാൽ അവളോടുള്ള സഹതാപം കൊണ്ട് ഒരു കൊടിയും നൽകുന്നു. അവിടെ വെച്ച് തന്നെ അവൾ നമ്മുടെ നായകനായ ഹുവാങ് മിങ്ങിനെ കാണുന്നു. ഹുവാങ് ആണെങ്കിൽ നല്ല മഞ്ഞ് പെയ്യുന്ന നേരത്ത് ഡ്രിങ്ക് കുടിക്കുകയാണ്. ഇവൾ വേഗം കുടയുമായി ചെന്ന് അങ്കിൾ നിങ്ങൾക്ക് തണുക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തിരിക്കുന്നു. അവൻ ചെറിയ കുട്ടിയാണെന്ന് കരുതി നീ എന്താ ഇവിടെ ഒറ്റയ്ക്കെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും ചെറിയ കുട്ടിയല്ല, എനിക്ക് 19 വയസ്സുണ്ട്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എനിക്ക് 20 വയസ്സാകും എന്ന് പറയുന്നു. ഹുവാങ്ങിന്റെ കയ്യിലിരിക്കുന്ന കുപ്പി കണ്ട് ഷെൻഷി അത് നോക്കിയിരിക്കുമ്പോൾ ഹീറോ നിനക്ക് വേണമെന്ന് ചോദിക്കുന്നു. വേഗം അവൾ ഡ്രിങ്ക് വാങ്ങി കുടിക്കുകയാണ്. അവൾ ആദ്യമായിട്ട് കുടിക്കുന്നതിനാ തന്നെ പെട്ടെന്ന് ചുമയ്ക്കുന്നു. അത് കണ്ട ഹീറോ ഇനി ഇതിനുമേൽ കുടിക്കേണ്ട പറയുന്നു. ഓവറായിട്ട് ഡ്രിങ്ക് കുടിച്ചതിനാൽ അവൾ ഹീറോയുടെ തോളിൽ കിടക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ കുടിക്കുന്നത്? വീടില്ലാത്തതുകൊണ്ടാണോ? എന്റെയും സിസ്റ്റർ കാരണം ഇപ്പോൾ എനിക്ക് വീടില്ല എന്ന് പറഞ്ഞ് അവൾ തോളിൽ കിടന്ന് മയങ്ങുകയാണ്. അപ്പോഴേക്കും അവന്റെ അസിസ്റ്റന്റ് വരുന്നു. അവളെ പൊക്കിയെടുത്ത് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകും വഴിയിൽ വെച്ച് ഹുങ്ങിന്റെ കാറിന് മുന്നിൽ ഒരു ലേഡി തടയുന്നു. അവളുടെ പേരാണ് മിസ് ലീ. ഹീറോയുടെ ഫിനാൻസിയാണ്. ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ലിഫ്റ്റ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷെൻഷി മിസ് ലീയുടെ ഡ്രസ്സിലേക്ക് വൊമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹുവാങ് എനിക്ക് അതിനുള്ള ടൈമില്ല, നിങ്ങൾ എൻ്റെ കാറ് തടഞ്ഞാൽ തന്നെ തെറ്റാണ്. നിങ്ങളുടെ പാവാടിയിൽ കറ വീണതിനാൽ അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തരാമെന്ന് പറഞ്ഞ് ഹുവാങ് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ അസിസ്റ്റന്റ് ഷെന്നിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഹുവാങ്ങിന് നൽകുകയാണ്. നാട്ടിലെ പ്രശസ്തയായ വ്യക്തിയാണ് അവളുടെ മുത്തശ്ശൻ ക്വിൻസിനി. 6 മാസങ്ങൾക്ക് മുന്നേ അവർ മരണപ്പെട്ടിരുന്നു. മുത്തശ്ശന്റെ മരണത്തിന് ശേഷം അവിടെയുള്ളവർക്ക് ഇവളെ വലിയ കാര്യമില്ലെന്നും ഒരു കാര്യമില്ലാത്ത കാരണത്താൽ ഇവളെ പുറത്താക്കിയെന്ന് പറയുന്നു. അടുത്ത ദിവസം അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ കൂടെ ഹീറോയും കിടന്നുറങ്ങുന്നുണ്ടായി. അവൾ ഷോക്കായി അയ്യോ ഇന്നലെ രാത്രി ഞാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പമാണോ കിടന്നിരുന്നെന്ന് അവൾക്ക് ഡൗട്ട് വരികയും അവൾ എഴുന്നേൽക്കാൻ പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി. നീ എന്നെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നെഞ്ചിൽ ചെറിയ മുറിവുണ്ടായി. അത് കാണുന്നവൾ വേദന ഉണ്ടോ ചോദിച്ച് പയ്യെ ഓതുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ആകെ എന്തോ പോലെ തോന്നുന്നു. ആ ഒരു നിമിഷത്തിൽ വേഗം തന്നെ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അവൾ കഴിക്കുന്നത് കണ്ട് ഹീറോ നോക്കിയിരിക്കുമ്പോൾ എന്തിനാ നോക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ കഴിക്കുന്നത് വളരെ ക്യൂട്ടാണെന്ന് പറയുമ്പോൾ സ്പൂൺ എടുത്ത് ഹീറോയ്ക്ക് വാരി കൊടുക്കുകയാണ്. ശേഷം അവൾ വീട് ചുറ്റിക്കാണാനായി പുറത്തിറങ്ങുമ്പോൾ അവന്റെ വീട്ടിലെ സെർവന്റ് കരയുന്നത് കാണുകയാണ്. ഹീറോയുടെ അമ്മ മരിച്ച ദിവസമായിരുന്നു തലേന്ന് രാത്രി. ആ രാത്രിയിൽ തനിച്ചിരിക്കുമ്പോഴായിരുന്നു ഷെൻഷിയെ കണ്ടുമുട്ടിയത്. 10 വർഷത്തോളം ഒറ്റയ്ക്ക് നടന്നിരുന്ന പ്രകൃതം കൂടിയായ ഹീറോ അവളെ കൊണ്ടുവന്നതിൽ നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞ് സെർവന്റ് പറഞ്ഞ് കരയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന അവൾക്ക് ഹീറോയ്ക്ക് ആരുമില്ലെന്ന കാര്യം അറിയുകയും അങ്ങനെ ഷെൻഷി ഹീറോയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഹീറോ അവിടെ ചുണ്ടിലും മുറിവിന് മെഡിസിൻ ഇട്ട് കൊടുക്കുന്നു. ഹീറോ എനിക്കും ആരില്ല നിനക്കും ആരില്ല, നമുക്ക് ഒരുമിച്ച് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം തന്നെ ഒന്ന് ഷോക്കാവുകയാണ്. എന്നാലും അതിനവൾ സമ്മതിക്കുന്നു. അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അന്ന് അവളുടെ ബർത്ത്ഡേ കൂടിയാണ്. ഹീറോ അവളെ വിഷ് ചെയ്യുന്നു. അപ്പോഴും ഹീറോയെ അവൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റായി അവൻ ഒരു നെക്ലസ് നൽകുകയാണ്. ഗിഫ്റ്റ് തന്നല്ലോ, ഇനി എനിക്ക് എന്താണ് തിരിച്ചു നൽകാൻ എന്ന് പോകുന്നത് എന്ന് പറഞ്ഞതും അവൾ ഉടനെ അവനൊരു കിസ് കൊടുക്കുകയാണ്. ശേഷം അവളുടെ വയലിൻ ക്ലാസ്സിന് പോകുമ്പോൾ അവളുടെ ഫ്രണ്ട് അവളെ കണ്ടപാടെ ഓടിവന്ന് ഇവളുടെ പേരാണ് ലില്ലി. അവളെ കണ്ട ഉടനെ എന്ത് പറ്റി, ഇത്രയും വിഷമം എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, എല്ലാത്തിനും യോഷിയാണ് കാരണമെന്ന് പറയുന്നു. യോഷി എന്തായാലും ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. ക്ലാസ്സിൽ വെച്ച് അവൾക്ക് കൊടുക്കേണ്ടത്
കൊടുക്കാമെന്ന് പറഞ്ഞ് ഷെൻഷിയെ കൂട്ടി ലില്ലി ക്ലാസ്സിലേക്ക് പോകുന്നു. യോഷിയും ഷെൻഷിയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യോഷി ഷെൻഷിയെ കണ്ട ഉടനെ വീട്ടിൽ പുറത്താക്കിയ നീ കോളേജിൽ വരില്ലേ എന്നാണ് കരുതിയത്. എന്ത് ധൈര്യത്തിലാണ് നീ കോളേജിൽ വന്നതെന്ന് പറയുമ്പോൾ ലില്ലി ഷെൻഷിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ യോഷി ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞത് നിന്നോടല്ല എൻ്റെ അനിയത്തിയോടാണ് എന്ന് പറഞ്ഞതും അപ്പോൾ ഷെൻഷി ഞാൻ നിന്റെ അനിയത്തിയോ? ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇപ്പോൾ എവിടുന്നാണ് അനിയത്തിയെക്കുറിച്ച് പറയാൻ നിനക്ക് ഒരു റൈറ്റ്സും ഇല്ലെന്ന് പറയുന്നു. യോഷിയുടെ വർത്താനം കേട്ട ലില്ലി യോഷിക്ക് ഒരെണ്ണം ഇട്ട് പൊട്ടിക്കുന്നു. യോഷി വെറുതെ ഇരിക്കുമോ? തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ നിങ്ങളുടെ കമ്പനി എൻ്റെ അച്ഛൻ്റെ കീഴിലാണുള്ളത്. എൻ്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുമായി കോൺട്രാക്റ്റ് എപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞ് യോഷിയെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവിടേക്ക് പ്രൊഫസർ വരുന്നു. അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്ന് അവരവരുടെ പ്ലേസിൽ പോയിരിക്കുന്നു. പ്രൊഫസർ വന്നത് നമ്മുടെ കോളേജിൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് കൊണ്ടുവരണം. നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായി കോളേജിൽ സീനിയേഴ്സിനെ വെക്കുന്നുണ്ടെന്ന് പറയുന്നു. കോളേജിലെ സീനിയർ ടാൻ അവർക്കായിട്ട് വയലിൻ വായിക്കുകയാണ്. അപ്പോൾ ഷെൻഷി എന്തായാലും ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്യണം എന്ന് ചിന്തിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ഷെൻഷി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഷൂലേസ് അഴിഞ്ഞിട്ടുണ്ടാകും. അത് കെട്ടുമ്പോൾ ടാനും കൂടി അവൾക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ടാൻ മറ്റാരുമല്ല ഷെൻഷിയുടെ ചേട്ടനാണ്. അവൻ വീട്ടിലില്ലാത്ത സമയത്താണ് യോഷി ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും, അതോർത്ത് നീ പേടിക്കണ്ട എന്ന് പറയുന്നു. ഷെൻഷി ചേട്ടനോട് എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് യോഷി ദൂരെ നിന്ന് കാണുകയും ഷെൻഷി പോയതിനു ശേഷം പിന്നാലെ യോഷി ടാനിനോട് കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് എന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷെൻഷിയെ ഇവൾ കാരണമാണ് പുറത്താക്കിയത് കൊണ്ട് ഇനിയും ഷെൻഷിയെ ബുള്ളി ചെയ്താൽ നിന്നെ ക്യൂൻ ഫാമിലിയിൽ നിന്നും ഞാൻ തന്നെ പുറത്താക്കും. ടാനിന് ഒരേ ഒരു വിഷമം ഷെൻഷി എവിടെയായിരിക്കും സ്റ്റേ ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. ശേഷം ഷെൻഷി ഹീറോയുടെ വീട്ടിൽ വരുമ്പോൾ സെർവന്റിനോട് ഈ വീട്ടിലെ ഓരോ മുക്കുമൂലയിലും വൈൻ ബോട്ടിലാണ് കാണുന്നത്, ഇത്രയും ഡ്രിങ്ക്സ് ഹീറോ ആണ് കുടിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഹീറോയുടെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഹീറോ കുടിക്കാൻ ആരംഭിച്ചതും കുടിച്ചാൽ മാത്രമാണ് ഹീറോയ്ക്ക് ഉറക്കം വരൂ എന്ന് ഷെൻഷിയുടെ ബാഗെല്ലാം ഹീറോയുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അവളോട് ഈ റൂമിൽ കിടക്കാൻ പറയുന്നു. അത് കേട്ട അവൾക്ക് ഷോക്ക് ആവുകയാണ്. കാരണം അവരുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായ സ്ഥിതിക്ക് ഒരുമിച്ചാണല്ലേ കഴിയണ്ടേന്ന് ഓർത്ത് അവൾ പേടിക്കുകയാണ്. അന്ന് രാത്രി അവൾ ഫ്രഷായി കിടക്കാൻ പോകുമ്പോൾ അവിടേക്ക് ഹീറോ വരുന്നു. അവൻ അടുത്ത് വന്നിരുന്നത് അവൾക്ക് ചെറിയൊരു പേടിയാവുകയാണ്. കാരണം ഇവൾ ഇപ്പോഴും ചെറിയ കുട്ടിയല്ലേ. അവളുടെ പേടിയെല്ലാം കണ്ട് ഹീറോ എന്താണ് പറ്റിയത്, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാനായി പറഞ്ഞു. അങ്കിൾ, എനിക്കിത് ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു പുരുഷന്റെ കൂടെ ഇരിക്കുന്നത്, ചെറിയ പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നമ്മൾ രണ്ടുപേർക്കും മാരേജ് കഴിഞ്ഞതല്ലേ, ഇന്നു മുതൽ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നൊന്നുമില്ല, നീയും ഞാനും നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനുശേഷം ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് കിസ് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. ഇവളും വേഗം അവന് കിസ് കൊടുക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഷെൻഷി എഴുന്നേൽക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് അവളുടെ ചേട്ടൻ മെസ്സേജ് അയക്കുന്നു. രാത്രി ഡിന്നറിന് വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇക്കാര്യം അവൾ ഹീറോയോട് പറയുമ്പോൾ ഹീറോ അതിന് സമ്മതിക്കുകയും ഷെൻഷിക്ക് ടാനെ കൂടാതെ മറ്റൊരു ചേട്ടനും കൂടി ഉണ്ട്. ആ ചേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കണം. അവളുടെ കയ്യിലാണെങ്കിൽ ഒട്ടും ക്യാഷ് ഇല്ല. പോരാത്തതിന് കോളേജ് കോമ്പറ്റീഷൻ വരികയാണ്. ആ കോമ്പറ്റീഷനിൽ എന്തായാലും ജയിച്ചാൽ അതിന് പ്രൈസ് മണി കിട്ടും. ഞാൻ വിൻ ചെയ്താലും ആ ക്യാഷ് തിരിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ കുറച്ച് ക്യാഷ് തരുമോ എന്ന് ഹീറോയോട് ചോദിക്കുന്നു. ക്യാഷ് ഒന്നും വേണ്ട, ഹീറോന് സ്വന്തമായി മാൾ തന്നെ ഉണ്ട്. മാളിൽ ചെന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് ഹീറോ പറയുന്നു. അവളും അത് കേട്ട് ഷോക്കാവുകയാണ്. അടുത്ത സീനിൽ ഷെൻഷി അവിടെ ചേട്ടന്മാരെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് യാൻ. രണ്ടുപേർക്കും ഷെൻഷിയെ ജീവനാണ്. ഷെൻഷിയെ വീട് വിട്ട് ഇറക്കിയത് കാരണം അവർക്ക് ഒത്തിരി വിഷമമാണ്. അവൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എപ്പോഴാണ് വീട്ടിലേക്ക് വരിക എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ സേഫ് ആയിട്ടുള്ള ഇടത്തിലാണ് കഴിയുന്നത് എന്ന് അവൾ പറയും. ടാനും യാനും നീ ഇപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഞങ്ങളും കൂടി അറിയണ്ടേ എന്ന് പറഞ്ഞ് അവളെ പറയാനായി നിർബന്ധിക്കുന്നു. അവളും അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്നു. യാൻ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവളും യാന് വാച്ചായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ വാച്ച് കണ്ട ഉടനെ യാൻ ഷോക്കാവുകയാണ്. കാരണം ആ വാച്ച് കണ്ടാൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന്